ചേച്ചി, നമ്മുടെ സകല പ്ലാനുകളും വർക്കൗട്ട് ആവുന്ന തോന്നുന്നേ. അങ്ങനെ തോന്നാൻ എന്താണാവോ കാരണം? നമ്മുടെ അമ്മ ഇപ്പൊ ചേച്ചിയുടെയും സിദ്ധുവേട്ടന്റെയും കല്യാണം എങ്ങനെയെങ്കിലും നടത്തണമെന്ന വാശിയില്ല. കല്യാണം നടന്നാ ചേച്ചി ഇവിടുന്ന് പോവുമല്ലോ. മനസ്സിൽ ദുഷിപ്പാണെങ്കിലും കല്യാണത്തിന് അമ്മ ആക്റ്റീവായിരിക്കും. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് പ്രധാനം. ആ 15 സെന്റ് സ്ഥലമില്ലേ, അതിന്റെ കാര്യം മുത്തശ്ശി ശരത്തിന്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ പറ്റിച്ചവൻ കൊണ്ടുപോയതാണല്ലോ അത്. എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് തന്നെ ആ പണയം ഒഴിപ്പിച്ച സ്ഥലത്തിന്റെ ആധാരം സ്വന്തമാക്കണം. എങ്കിലേ നമ്മൾ ജയിച്ചതാവൂ. അതെ, അത് തന്നെയാ വേണ്ടത്. സ്ഥലം മാത്രമല്ല, നമ്മളെ പറ്റിച്ച് തട്ടിയെടുത്തതെല്ലാം അവനെ കൊണ്ട് തന്നെ തിരിച്ചു വയ്പ്പിക്കണം. എന്നിട്ട് വേണം ഈ വീട്ടിൽ നിന്ന് അവനെ എന്നേക്കുമായിട്ട് ചവിട്ടി പുറത്താക്കാൻ. ചേച്ചിയുടെ കല്യാണത്തോടെ നമ്മുടെ ബലം കുറച്ചുകൂടി കൂടും ചേച്ചി. സിദ്ധുവേട്ടനും കൂടി നമ്മുടെ ഭാഗത്തുണ്ടാവുമല്ലോ. സിവിലായിട്ടും ക്രിമിനലായിട്ടും അവനെ പൂട്ടുമ്പോ ഒരു ലോയറുടെ സഹായം ഉണ്ടാവുന്നത് എന്തുകൊണ്ട് നല്ലതാ. ഇനി നമ്മൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നീ എന്റെ പക്ഷത്താണെന്ന് ഒരാളും അറിയരുത്. നമ്മുടെ ഒരു നീക്കങ്ങളും ശത്രുക്കളും മുൻകൂട്ടി മനസ്സിലാക്കരുത്. എല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി. എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അത് മതി. ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടം തന്നോളൂ.